ഒരു മാസമായി മിഡിൽ ഈസ്റ്റ് തുടരുന്ന സംഘർഷം പരിഹരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പാകിസ്ഥാൻ, സൗദി അറേബ്യ, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം പാകിസ്ഥാനിൽ നടക്കുകയാണ്. ഇസ്ലാമിക രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരാണ് ഇസ്ലാമാബാദിൽ അതീവ പ്രാധാന്യത്തോടെ കൂടിക്കാഴ്ച നടത്തുന്നത്. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ വിദേശ ബ്യൂറോയിൽ നിന്നും മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ഹെഡ് എൽവിസ് ചുമ്മാർ നമ്മോടൊപ്പം ചേരുകയാണ്. എൽവിസ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? മരിയ, ഒരു മാസമായി മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന സംഘർഷം എന്ന് അവസാനിക്കുമെന്നറിയാൻ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 2 ദിവസത്തെ സുപ്രധാന യോഗമാണിത്. യുദ്ധം സംബന്ധിച്ച് നിർണായകമായ ചർച്ചകൾക്ക് പാകിസ്ഥാൻ വേദിയാകുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനാൽ മേഖലയിലെ സംഘർഷം കുറയ്ക്കാനും യുദ്ധം കൂടുതൽ പടരാതിരിക്കാനുമുള്ള വിവിധ മാർഗങ്ങളെക്കുറിച്ച് മന്ത്രിമാർ വിശദമായി സംസാരിച്ചു. ഈ മാസം ആദ്യം സൗദി തലസ്ഥാനമായ റിയാദിൽ നടന്ന അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ വിശാലമായ സമ്മേളനത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ യോഗം. ചർച്ചകൾ നടക്കുന്ന ഇസ്ലാമാബാദിലെ റെഡ് സോൺ പൂർണ്ണമായും അടച്ചുപൂട്ടി കനത്ത സുരക്ഷാ വലയത്തിലാണ് 2 ദിവസത്തെ യോഗം നടക്കുന്നത്. യുദ്ധത്തിന് നേരിട്ട് പങ്കാളികളായ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇറാന്റെയും പ്രതിനിധികൾ ആരും ഇല്ലാതെയുള്ള മറ്റൊരു യോഗം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. മാത്രമല്ല, പാകിസ്ഥാൻ മുൻകൈയെടുത്ത് നേരിട്ട് വിളിച്ചുകൂട്ടിയ ആദ്യത്തെ യോഗം കൂടിയാണിത്. ഇതിൽ സൗദി, ഈജിപ്ത്, തുർക്കി, പാകിസ്ഥാൻ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ മാത്രമാണ് പങ്കെടുക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 6 ഗൾഫ് രാജ്യങ്ങളിൽ സൗദി അറേബ്യയുടെ പ്രതിനിധി മാത്രം ഗൾഫിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നു. എന്നാൽ UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ 5 രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ ഇതിൽ പങ്കെടുക്കുന്നില്ല. ഇപ്രകാരം ഒരു മാസം പിന്നിട്ട് ഇരുവശത്തു നിന്നും ആക്രമണങ്ങൾ കൂടുതൽ ശക്തമായ ഘട്ടത്തിലാണ് ഇസ്ലാമാബാദിലെ ഈ യോഗം. മാത്രമല്ല, ഒരു മാസമായി ലോക സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുലച്ച് 4000-ലധികം പേർ കൊല്ലപ്പെട്ട ഈ സംഘർഷത്തിന് പാകിസ്ഥാന്റെ ഒരു പുതിയ നയതന്ത്രം ഫലിക്കുമോ എന്നറിയാൻ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ശരി, മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ഹെഡ് എൽവിസ് ചുമ്മാറാണ് വിവരങ്ങൾ നൽകിയത്.